എല്ലാ പേർക്കും ഇക്കോ ബേസ്ഡ് അഗ്രികൾച്ചർ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു നല്ല ദിനമാണ്. 100 ലക്ഷത്തിലധികം 110 ലക്ഷത്തിലധികം ആളുകൾ എൻ്റെ ചാനൽ ഇതുവരെ കണ്ടു. ഏകദേശം 18,000-ഓളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഒരുവിധം നല്ല രീതിയിൽ എൻ്റെ ചാനൽ മുന്നോട്ട് പോവുകയാണ്. അതിന് എന്നെ സഹായിച്ച എല്ലാവർക്കും ഞാൻ ആദ്യമേ നന്ദി പറയുന്നു. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. വളരെ നമ്മൾ നിസ്സാരമായി കരുതുന്ന ചില പച്ചിലകൾ, ചെടികൾ നമ്മളെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റം, അതുകൊണ്ടുണ്ടാകുന്ന നമ്മുടെ ഗുണം, അതിനെ ചവിട്ടിക്കളഞ്ഞിട്ട് നമ്മൾ ആശുപത്രികളിൽ പോയി ആവശ്യമില്ലാതെ മരുന്നുകൾ കുത്തിവെക്കുകയും മരുന്നുകൾ കഴിക്കുകയും ചെയ്യുന്നതിൽ മൂലം ഉണ്ടാകുന്ന ആരോഗ്യപരമായ മറ്റ് പ്രശ്നങ്ങൾ, അതിനെയൊക്കെ കുറിച്ച് പറയാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. കൃഷിയും ആരോഗ്യവും തങ്ങളിൽ വേർതിരിച്ച് നിർത്താൻ കഴിയില്ല. കൃഷി നന്നായെങ്കിൽ മാത്രമേ ആരോഗ്യം നന്നാവൂ. ആരോഗ്യം നന്നാവണമെങ്കിൽ കൃഷി നന്നാവണം. കൃഷിയിലൂടെ അല്ലെങ്കിൽ നമ്മളെ ഭക്ഷണം, കൃഷിയിലൂടെ ഉണ്ടാകുന്ന ഭക്ഷണം കഴിച്ചാണ് നമ്മൾ പലരും രോഗികളാകുന്നത്. അതിൻ്റെ കൂടെ അനാവശ്യമായി കഴിക്കുന്ന മരുന്നുകൾ. കൃഷിയും നമ്മുടെ ആരോഗ്യവും അത്രയധികം കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ നല്ല കൃഷിയിൽ നിന്ന് വിഷമില്ലാത്ത സാധനങ്ങൾ കിട്ടുമ്പോൾ നമ്മുടെ ആരോഗ്യം നന്നാവും. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ പിന്നീട് ചർച്ച ചെയ്യാം. ഇന്ന് ഞാൻ വന്നത് ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾ. ഒരു മുറിവുണ്ടായാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ആശുപത്രിയിൽ പോകും, അതിനെ മരുന്ന് വയ്ക്കും, അതല്ലെങ്കിൽ സ്റ്റിച്ച് ഇടാനുള്ളതാണെങ്കിൽ സ്റ്റിച്ച് ഇടും, പിന്നെ ആൻറ്റിബയോട്ടിക് കുത്തിവയ്ക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അത് ശരിയാണോ എന്ന് വെച്ചാൽ ശരിയാണ്, തെറ്റാണോ എന്ന് വെച്ചാൽ 100% തെറ്റുമാണ്. കാരണം ഒരു മുറിവുണ്ടായാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ചവിട്ടിക്കളയുന്ന ചില പച്ചലകൾ കൊണ്ട് നമുക്കൊരു 2-4 ദിവസം കൊണ്ട് ആ മുറിവിനെ ഉണക്കിയെടുക്കാൻ പറ്റും. ആ സ്ഥലത്താണ് നമ്മൾ പോയി ആൻറ്റിബയോട്ടിക്കും കഴിച്ച്, ആൻറ്റിബയോട്ടിക്കൊക്കെ ചെയ്യുന്ന ആവശ്യമില്ലാതെ ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിച്ചാലുണ്ടാകുന്ന ദോഷങ്ങളൊക്കെ വളരെ വളരെ ഭീകരമാണ്. നമുക്കിപ്പോൾ ഒരു മുറിവ്, പ്രധാനമായ സ്ത്രീകളൊക്കെ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ കത്തി കൊണ്ട് ചെറിയ മുറിവുണ്ടാവും. ആ മുറിവുണ്ടായാലും നമ്മൾ ഗുളിക കഴിക്കും, അല്ലെങ്കിൽ ഡോക്ടറെ കാണും. യഥാർത്ഥത്തിൽ നമ്മുടെ വീട്ടിനകത്തും പുറത്തും ഹാങ്ങിങ് പ്ലാന്റായിട്ടും അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റായിട്ടും പറമ്പിലുമൊക്കെ നട്ട് വളർത്താവുന്ന ഒരു ചെടിയെ ഞാനിന്ന് പരിചയപ്പെടുത്താം. ആ ചെടി എന്ന് പറയുന്നത് വളരെ അത്ഭുത സിദ്ധിയുള്ളൊരു ചെടിയാണ്. ഒരുവിധമുള്ള മുറിവുകളല്ല, ഒരു 4-5 സ്റ്റിച്ചൊക്കെ ഇടേണ്ടി വരുന്ന മുറിവിനെയൊക്കെ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് അതിനെ ഉണക്കി ശരീരത്തിൽ തഴമ്പ് പോലും ഇല്ലാതെ, അതിൻ്റെ പാട് പോലും ഇല്ലാതെ മാറ്റിത്തരുന്ന ഒരു ചെടിയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. ആ ചെടി ഒരുവിധം പലരും ചിലപ്പോൾ കട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ നമ്മൾ ചവിട്ടി കളഞ്ഞിട്ട് പോയിട്ടുള്ള ചെടിയായിരിക്കും. അതിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഞാൻ. അതിൻ്റെ പേര് മുറുകൂടിപ്പച്ച എന്നാണ്. പല പേരുകൾ അതിനുണ്ട്. നമ്മളിവിടെ പറയുന്നത് മുറുകൂടിപ്പച്ച എന്നാണ്. അത് ശരിയാണ്. മുറിവിനെ കൂട്ടാൻ ഇത്രയും പറ്റിയ ഒരു പച്ചില വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. ഞാൻ കാണിക്കാം. ഇതാണ് ആ മുറുകൂടിപ്പച്ച. ഈ ചെടിക്കൊരു പ്രത്യേകതയുള്ളത്, ഈ ചെടിയുടെ മുകൾ ഭാഗം, അതായത് സൂര്യനോട് അഭിമുഖമായി നിൽക്കുന്ന ഭാഗത്തിന് ഒരു നിറവും, അതിന് വിപരീതമായി നിൽക്കുന്ന ഭാഗത്തിന് അല്ലെങ്കിൽ അടിഭാഗത്തിന് മറ്റൊരു നിറവുമാണ്. ഇത് കണ്ടാലറിയാം. ഇത് നോക്കൂ, ഒരു പച്ചയും അതുപോലെ തന്നെ ചാര നിറവും കൂടി ചേർന്ന ഒരു മിശ്രിത നിറമാണ് നമ്മൾ സൂര്യന് അഭിമുഖമായി നിൽക്കുന്ന ഭാഗത്ത് കാണുന്നത്. അതേസമയം ഈ ചെടിയുടെ അടിവശം, ഈ ഇലയുടെ അടിവശം നോക്കൂ, ഒരു പർപ്പിൾ കളറാണ്. അങ്ങനെ 2 നിറത്തിൽ കാണുന്ന ഇലയുള്ള ഒരു സസ്യമാണ്. ഇതിൻ്റെ പൂവ്, ഇപ്പോൾ ഇതിൽ പൂവില്ല, ഇതിൻ്റെ പൂ ചെറിയ വെള്ളപ്പൂക്കളാണ്. ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞു, മുറുകൂടിപ്പച്ച എന്നാണ്. ഈ ചെടിയുടെ ഇല ഇങ്ങനെ കുറച്ച് ഇല എടുത്തിട്ട് ഇങ്ങനെ ഇല പറിച്ചെടുത്താൽ, കുറച്ച് ഇല പറിച്ചെടുത്ത് നല്ലപോലെ ഒന്ന് അരച്ച് അല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് ഞവിടി ഇതിൻ്റെ നീര് വരുത്തി, ആ നീര് മുറിവ് വന്ന ഭാഗത്ത് ഇറ്റിച്ച്, എന്നിട്ട് ആ അരച്ചെടുത്ത ചണ്ടി ആ മുറിവുള്ള ഭാഗത്ത് വെച്ച് ഒരു തുണി കൊണ്ട് കെട്ടി വെച്ചാൽ കൃത്യമായും 2 ദിവസം കഴിയുമ്പോൾ ആ മുറിവ് ഉണങ്ങിയിരിക്കും. അതിലൊരു സംശയവും വേണ്ട. ഡയബറ്റിക് പേഷ്യൻസിന് പോലും ഇത് പ്രയോജനപ്പെട്ടിട്ടുണ്ട് എൻ്റെ അനുഭവത്തിൽ. അതുകൊണ്ട് ഈ ചെടി ഓരോ വീട്ടിലും ഒരു ചെടിയെങ്കിലും നമ്മൾ നട്ടു വളർത്തണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഔട്ട്ഡോർ പ്ലാന്റായിട്ട് നമുക്ക് നടാം, ഹാങ്ങിങ് പ്ലാന്റായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇതിന് ഷെയ്ഡിലും വളരുന്ന ചെടി ആയതുകൊണ്ട് നമുക്കിതിനെ ഇൻഡോർ പ്ലാന്റായിട്ടും ഉപയോഗിക്കാം. വീട്ടിനകത്തും ഈ ചെടിയെ നമുക്ക് ഉപയോഗിക്കാം. വളരെ അധികം ഓക്സിജൻ പുറത്തുവിടുന്ന ഒരു സസ്യമാണ് ഈ മുറികൂട്ടിപ്പച്ച എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ചെടിയെ നമ്മൾ ഓരോരുത്തരും വീട്ടിൽ വളർത്താൻ ശ്രമിക്കണം. ഇത് ഒരുവിധമുള്ള മുറിവിന്, ഞാൻ പറഞ്ഞ പോലെ ഒരുവിധമുള്ള എല്ലാ മുറിവിനെയും ഈ ചെടിക്ക് കരിച്ചു തരാനും ഭേദപ്പെടുത്താനും സാധിക്കും. അങ്ങനെയുള്ളൊരു അത്ഭുത സിദ്ധിയുള്ളൊരു ഔഷധ ചെടിയാണ് നമ്മൾ ചവിട്ടി കളഞ്ഞു പോകുന്ന മുറുകൂട്ടിപ്പച്ച. ഇനി അതുപോലെ തന്നെ മറ്റൊരു ചെടിയുണ്ട്, അത് നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ പേര് തൊട്ടാവാടി എന്നാണ്. ആ ചെടി കണ്ടിട്ടില്ലാത്തവർ ആരും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കേരളത്തിൽ ആരും ആ ചെടിയുടെ ഗുണം അറിഞ്ഞിട്ടില്ലാത്ത, മണ്ണിൽ ചവിട്ടി നടക്കുന്നവരെല്ലാവരും ഗുണം അറിഞ്ഞിട്ടുള്ള ഒരു ചെടിയാണ് തൊട്ടാവാടി എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളതിൽ സ്പർശിച്ച് കഴിഞ്ഞാൽ ആ ചെടിക്ക് അനക്കം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇലയെല്ലാം മടങ്ങി തൂങ്ങി അങ്ങ് മരിച്ച കണക്ക് കിടക്കുന്ന ഒരു ചെടിയാണ്. ഈ ചെടിക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. അത് ഈ മുറുകൂട്ടിപ്പച്ചയ്ക്ക് മുറുകൂട്ടാൻ മാത്രമല്ല, മൂത്രരോഗത്തിനും മൂത്ര തടസ്സമുള്ള രോഗത്തിനും പിന്നീട് രക്തസ്രാവത്തിനും ഒക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മരുന്നാണ്. അതിനൊക്കെ കുറിച്ച് പിന്നീട് ഒരിക്കൽ പറയാം. അതുപോലെ തന്നെ തൊട്ടാവാടിക്കും വളരെയധികം ഗുണങ്ങൾ വേറെയുണ്ട്. അത് പ്രോസ്റ്റേറ്റ് പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇതിട്ട് കഞ്ഞി വെച്ച് കുടിക്കുന്നൊരു രീതിയുണ്ട്. അതിനൊക്കെക്കുറിച്ച് നമുക്ക് പിന്നെ പറയാം. അത്രയും ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് തൊട്ടാവാടി എന്ന് പറയുന്നത്. അത് അതിൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി അതിന് മുള്ളുകളുണ്ട്. ഈ മുള്ളുകളുള്ളത് കൊണ്ട്, ഇതിൻ്റെ മുള്ളു കൊണ്ടിട്ടല്ലാത്ത ഒരാൾ പോലും കേരളത്തിൽ ജീവിച്ചിരിക്കുന്നു എന്നെനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. മണ്ണിലിറങ്ങി നടക്കുന്നവൻ ഇതിൻ്റെ മുള്ളിൻ്റെ ഗുണം അറിഞ്ഞിട്ടുണ്ടാവും. ഈ ചെടിക്കും ഇതുപോലെ തന്നെ മുറിവ് ഉണക്കാനൊരു കഴിവുണ്ട്. ഇതിൻ്റെ നീര് വെച്ചാൽ മതി ചെറിയ മുറിവിനൊക്കെ. കുറച്ചുകൂടെ വലിയ മുറിവാണെങ്കിൽ നമ്മൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു ഔഷധം ഉണ്ട്, ചെറിയ ഉള്ളി എന്ന് പറയുന്നത്. ഈ ചെറുള്ളിയും ഈ തൊട്ടാവാടി ഇലയും കൂടെ അരച്ച്, നല്ല ഭംഗിയായിട്ട് അരച്ച് നമ്മുടെ മുറിവിൽ വെച്ച് കെട്ടി വെച്ചാലും മുറിവ് ഉണങ്ങും. നല്ല ഭംഗിയായിട്ട് ഉണങ്ങും. ഒരു 2 ദിവസത്തെ താമസം. പക്ഷേ അത് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് വെച്ച് കഴിഞ്ഞാൽ കൂടെ നനച്ചു കൊടുക്കണം. ഇതിന് അത് വേണമെന്നില്ല. അതിൻ്റെ കൂടെ മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ ആശ്ചര്യകരമായി തോന്നുന്നൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഉള്ളി, തൊട്ടാവാടി, അതുപോലെ തന്നെ ഒരു ചെറിയ കാന്താരി മുളകും, ഇത് 3ഉം കൂടെ വെച്ച് അരച്ച് കെട്ടുകയാണെങ്കിൽ കുറച്ച് നീറ്റലും പ്രശ്നമൊക്കെ ഉണ്ടാവും. പക്ഷേ മുറിവുണങ്ങാൻ ഏറ്റവും നല്ലൊരു ഔഷധമാണ് തൊട്ടാവാടി, ഉള്ളി, ചെറിയ കാന്താരി. ഇത് 3ഉം കൂടി വെച്ച് കെട്ടിയാലും മുറിവുണങ്ങും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് കെമിക്കൽ മരുന്നുകളെയും ഇഞ്ചക്ഷൻ എടുത്താലും കഴിച്ചാലും കെമിക്കൽ മരുന്നുകൾ ശരീരത്തിന് ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഉപദ്രവം ഉണ്ടാക്കും എന്ന് വെച്ച് ആവശ്യം വരുമ്പോൾ, അത്യാവശ്യം വന്നാൽ നമുക്ക് കെമിക്കൽ മരുന്ന് കഴിക്കാതിരിക്കാനും പറ്റില്ല. അങ്ങനെ കെമിക്കൽ മരുന്ന് കഴിക്കേണ്ടി വന്നാൽ അതിൻ്റെ കെമിക്കലുകൾ അത് കംപ്ലീറ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ ദോഷകരമായ വസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകേണ്ടുന്ന പരിപാടി കൂടെ, അതിൻ്റെ നടപടിക്രമങ്ങൾ കൂടെ നമ്മൾ ചെയ്യണം. ഇല്ലെങ്കിൽ അത് നമ്മളെ വലിയ രോഗത്തിലേക്ക് എത്തിക്കും. രോഗമില്ലാതെ ജീവിക്കുന്നതിന് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ജൈവ രീതിയിൽ ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. വിഷങ്ങൾ നമ്മൾ തളിക്കുകയും വിഷവസ്തുക്കൾ നമ്മൾ വളമായി കൊടുക്കുകയും ചെയ്താൽ അതിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളും വിഷമുള്ളത് തന്നെയായിരിക്കും. അത് വിഷം നമ്മൾ സ്പ്രേ ചെയ്താൽ അല്ലെങ്കിൽ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത് അന്തരീക്ഷവുമായി ബന്ധപ്പെടും, അന്തരീക്ഷം മലിനമാവും. നമ്മുടെ കാലാവസ്ഥ പോലും മാറിപ്പോയതിന് കാരണം ഈ കൃഷിരീതിയാണ്. ഡോക്ടർ സ്വാമിനാഥനാണ് ഈ കൃഷിക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രചാരം കൊടുക്കുന്നതിന് കാരണക്കാരനായ വ്യക്തി. അദ്ദേഹം ഒരു നല്ല ഉദ്ദേശത്തോടുകൂടി ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ചെയ്തൊരു കാര്യമാണെങ്കിലും ഇന്ന് നമ്മൾ കാണുന്ന രോഗങ്ങളുടെ എല്ലാം മൂലകാരണം അദ്ദേഹത്തിൻ്റെ ആ കൃഷിരീതിയാണ് എന്ന് പറയേണ്ടി വരുന്നതിൽ വ്യസനമുണ്ട്, വിഷമമുണ്ട്. നമ്മളെ പാരമ്പര്യ കൃഷി രീതി മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞിട്ടാണ്, ഈ ജൈവ കൃഷിയെ കംപ്ലീറ്റ് നശിപ്പിച്ചിട്ടാണ് ഈ കെമിക്കൽ കൊണ്ടുള്ള രാസവളപ്രയോഗം, കീടനാശിനി പ്രയോഗത്തിലൂടെ നമ്മൾ കൃഷിയിലേക്ക് വന്നത്. അത് നമ്മളെ പ്രകൃതിയെ ആകെ തകിടം മറിച്ചു. ആദ്യമൊന്നും ആർക്കും അത് മനസ്സിലായില്ലെങ്കിലും ഇപ്പോൾ എല്ലാവർക്കും അത് ബോധ്യമുണ്ട്.
രോഗം വരുന്നതിന് കാരണം ഈ കീടനാശിനികളും രാസവളങ്ങളുമാണ് എന്നുള്ളത് ഇന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. എന്നാലും 10 രൂപ അധികം കൊടുത്ത് നമ്മളാരും, ഒരു മനുഷ്യനും എന്ന് തന്നെ പറയാം, വളരെ ചുരുക്കം ആളുകളാണ് ജൈവ സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നത്. മറ്റു പലരും നമ്മളിപ്പോൾ 50 രൂപ പുറത്ത് പാവയ്ക്കായ്ക്ക് വിലയുണ്ട്, നമ്മളൊരു 60 രൂപയാണെന്ന് പറഞ്ഞാൽ നമ്മളടുത്ത് നിന്ന് മാറിപ്പോകുന്നവരുണ്ട്. എന്നാൽ 60 അല്ല 70 ആയാലും നമുക്കിത് മതിയെന്ന് പറഞ്ഞ് വരുന്നവരുമുണ്ട്. അങ്ങനെ രണ്ട് വിധത്തിലുള്ള ആളുകളുമുണ്ട്. അത് ജനം അങ്ങനെയാണ്, ബഹുജനം പലവിധമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു വീട്ടിൽ അവരുടെ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ അവർ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കണം. അത് കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. 1 സെൻറ്റ് ഭൂമിയിൽ താമസിക്കുന്ന ഒരാളിന് പോലും അവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കൾ, മലക്കറി സാധനങ്ങൾ, കറി ഉണ്ടാക്കുന്നതിനുള്ള സാധനങ്ങളെങ്കിലും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് പോലല്ല മറ്റൊരാൾ ഉണ്ടാക്കി നമുക്ക് തരുന്നത്. അവരവരുടെ ലാഭം നോക്കും, അവരുടെ കൊള്ളലാഭം നോക്കും. പിന്നെ മറ്റൊരു തട്ടിപ്പ് കൂടെ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ വഴിയോരങ്ങളിലെല്ലാം ഇങ്ങനെ നാടൻ എന്ന് പറഞ്ഞിട്ട് നാടൻ ഊണ്, നാടൻ മുട്ട, നാടൻ പച്ചക്കറി എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇതിൽ നല്ലൊരു ശതമാനവും തട്ടിപ്പാണ്. 1 സെൻറ്റ് കൃഷിഭൂമിയിൽ ഒരു വെണ്ട പോലും നടാത്ത ആൾ പോലും റോഡ് സൈഡിൽ വെച്ച് വെണ്ടക്ക വിൽക്കും, തക്കാളിക്ക വിൽക്കും. അതുപോലെ എല്ലാ സാധനവും വയ്ക്കണം. അയാളുടെ പറമ്പിൽ പോയി നോക്കിയാൽ, അയാളുടെ കൃഷിസ്ഥലത്ത് പോയാൽ ഇതൊന്നും കാണുകയില്ല. കാരണം ഈ ജൈവ രീതിയിലെന്ന് പറയുമ്പോൾ പൈസ കൂടുതൽ കിട്ടും. അങ്ങനെ തട്ടിപ്പും നടക്കുന്നുണ്ട്. പരമാവധി കൃഷി ഫാമുകളിൽ തന്നെ പോയി സാധനങ്ങൾ വാങ്ങാൻ ശ്രമിക്കണം. അവരുടെ കൃഷിഭൂമിയിൽ അവർ ജൈവ രീതിയിലാണോ കൃഷി ചെയ്തതെന്ന് കണ്ട് മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിക്കണം. പരമാവധി വില കൊടുത്ത് വാങ്ങാതെ വീട്ടിൽ തന്നെ ജൈവ രീതിയിൽ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിച്ചാൽ നമുക്ക് രോഗമില്ലാതെ ജീവിച്ചു പോകാൻ കഴിയും. ആഹാരക്രമം കൂടെ നമ്മൾ ചിട്ടപ്പെടുത്തിയാൽ എന്ത് കഴിക്കാം, എന്ത് കഴിച്ചുകൂടാ എന്നുകൂടെ നമ്മൾ അറിഞ്ഞ് കഴിക്കാവുന്ന ആഹാരം, പ്രകൃതി നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ആഹാരം, നമ്മൾ ഇപ്പോൾ കഴിക്കുന്ന പലതും പ്രകൃതി നമുക്ക് നിശ്ചയിക്കാത്ത സാധനങ്ങളാണ്. നമ്മളൊരു മനുഷ്യൻ ജീവിക്കുന്നിടത്ത് അതിന് ചുറ്റും അവന് കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങളും പ്രകൃതി ഒരുക്കിയിട്ടുണ്ടാകും. അല്ലാതെ വരുത്തനെയല്ല നമ്മൾ കഴിക്കേണ്ടത്. പുറത്ത് ലോകത്തു നിന്ന് വരുന്ന, പുറത്ത് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഭക്ഷണ സാധനങ്ങളല്ല നമ്മൾ കഴിക്കേണ്ടത്. നമ്മൾ കഴിക്കേണ്ടത് നമ്മളെ പ്രകൃതി നമ്മുടെ ചുറ്റും ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങളാണ്. നമ്മുടെ ചുറ്റിലും വളരുന്ന സാധനങ്ങളാണ് നമ്മുടെ ഭക്ഷണം. അതിലേക്ക് മടങ്ങണം എന്നും കൂടെ ഞാൻ ഇതിനോടൊപ്പം പറയുകയാണ്. അപ്പോൾ ഞാൻ കാണിച്ച 2 പച്ചില മരുന്നുകൾ, ആ 2 പച്ചില മരുന്നുകളും നിങ്ങൾ ശ്രദ്ധിക്കണം. ആ പച്ചില മരുന്നുകൾ നമ്മളെ വീട്ടിൽ ഒരു അത്യന്താപേക്ഷിതമായ ഒരു സാധനമാണ്. അത് ഓരോരുത്തരും അത് വീട്ടിൽ വളർത്താൻ ശ്രമിക്കണം എന്നൊരു അഭ്യർത്ഥനയോടുകൂടി ഞാൻ എന്നെ ഇപ്പോൾ കേട്ട എല്ലാ പേർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്.